ക്ലാസ്സിൽ ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നോർമലൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. അപ്പം ഞാൻ എഴുന്നേറ്റ് എന്തായാലും ശരിയായ ഉത്തരം പറഞ്ഞു. പക്ഷെ എൻ്റെ കൂട്ടുകാരി എന്തോ ആ സമയത്ത് പഠിക്കാത്തതുകൊണ്ട് ആ സമയത്ത് എന്തോ കൊണ്ടോ പുള്ളിക്കാരി കൽക്കട്ട എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ വിചാരിച്ചു ഞാൻ മനഃപൂർവ്വം ആ കുട്ടിയെ കൊണ്ട് തെറ്റായ ഉത്തരം പറയിച്ചു, സോ ദാറ്റ് ഐ വോണ്ട് ടു ഗെറ്റ് അറ്റൻഷൻ. അപ്പം ടീച്ചർ എന്നെ പുറത്താക്കി. യു ആർ ബ്ലൈൻഡ്, യു ആർ നോട്ട് സപ്പോസ് ടു ഗിവ് ദ റൈറ്റ് ആൻസർ. അപ്പം നമ്മൾ ബ്ലൈൻഡ് ആയാലും അത്രയും താഴ്ത്തപ്പെട്ട രീതിയിലാണ് ഈ വൈകല്യമുള്ള ആൾക്കാരെ കാണുക. അന്താരാഷ്ട്ര വനിതാ ദിനമാണ് മാർച്ച് 8-ന്. സത്യം പറഞ്ഞാൽ വളരെ ലൈഫിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് സക്സസ്ഫുള്ളായ ഒരു വനിതയോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. ഇത് ടിഫാനി ശരിക്കും മലയാളിയല്ല, പഞ്ചാബിയാണ്. അച്ഛൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വന്ന് കേരളത്തിൽ പഠിച്ച് ഇവിടെ സെറ്റിലായി. ഇപ്പോൾ ഇവിടെ ഒരു സ്ഥാപനത്തിൻ്റെ ഫൗണ്ടർ ആയിരിക്കുകയാണ് ടിഫാനിയുടെ അത്തരം കാര്യങ്ങൾ അറിയുന്നതിനേക്കാളും നമുക്ക് ആദ്യം അറിയേണ്ടത് ലൈഫിലുണ്ടായ പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്തു എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ടിഫാനിയോട് സംസാരിക്കാം. ടിഫാനി, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്തായാലും കർമ്മ ന്യൂസ് നിങ്ങൾ എൻ്റെ സ്ഥാപനത്തിലേക്ക് വന്നതും ഈ ഒരു ഒക്കേഷനെ ബ്ലെസ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെ കൊണ്ടുവന്ന ലളിത ടീച്ചറിനോടും, ഞങ്ങളുടെ സ്റ്റാഫായ ലളിത ടീച്ചറാണ് നമ്മുടെ കിൻഡർ ഗാർഡൻ. ഇപ്പോൾ ഒരു കിൻഡർ ഗാർഡൻ ഉണ്ട്, ടിഫി ടോഫി. അത് നമ്മൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്ത പ്രോജക്റ്റാണ്. അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി നമുക്ക്. അതിൻ്റെ ഒപ്പം തന്നെ ജ്യോതിർഗമയ ഫൗണ്ടേഷനാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്. അത് വിഷ്വലി ചലഞ്ച്ഡ് ആൾക്കാരെ ശാക്തീകരിക്കുന്നതിനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. വിഷ്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കമ്പ്യൂട്ടർ പഠിപ്പിക്കും, ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ, വൈറ്റ് കെയിൻ ഉപയോഗിച്ച് ഒറ്റയ്ക്ക് നടക്കാനും, കമ്പ്യൂട്ടർ ട്രെയിനിങ്ങും ഇൻഡിപെൻഡൻറ്റ് ലിവിങ് സ്കില്ലൊക്കെയാണ്. മൊബൈൽസ് ഫോൺ യൂസ് ചെയ്യാൻ, അത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കാറുണ്ട്. ലൈഫിൽ ശരിക്കും അങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ ജീവിച്ചു വന്ന ഒരു വ്യക്തിയാണ് ടിഫാനി. ഇംപയർഡ്. ഞാൻ ഇപ്പോൾ കൊച്ചിലാണെങ്കിൽ ക്ലാസ്സിലൊരു അനുഭവമാണ് എന്നെ തിരിപ്പിച്ചത്. അതായത് എൻ്റെ ക്ലാസ്സിൽ എന്നെ പുറത്താക്കിയത് എൻ്റെ ഈ ഡിസബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത്. അതായത് ക്ലാസ്സിൽ ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നോർമലൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. അപ്പം ഞാൻ എഴുന്നേറ്റ് എന്തായാലും ശരിയായ ഉത്തരം പറഞ്ഞു. പക്ഷെ എൻ്റെ കൂട്ടുകാരി എന്തോ ആ സമയത്ത് പഠിക്കാത്തതുകൊണ്ട് ആ സമയത്ത് എന്തോ കൊണ്ടോ പുള്ളിക്കാരി കൽക്കട്ട എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ വിചാരിച്ചു ഞാൻ മനഃപൂർവ്വം ആ കുട്ടിയെ കൊണ്ട് തെറ്റായ ഉത്തരം പറയിച്ചു, സോ ദാറ്റ് ഐ വോണ്ട് ടു ഗെറ്റ് അറ്റൻഷൻ. അപ്പം ടീച്ചർ എന്നെ പുറത്താക്കി. യു ആർ ബ്ലൈൻഡ്, യു ആർ നോട്ട് സപ്പോസ് ടു ഗിവ് ദ റൈറ്റ് ആൻസർ. അപ്പം നമ്മൾ ബ്ലൈൻഡ് ആയാലും അത്രയും താഴ്ത്തപ്പെട്ട രീതിയിലാണ് ഈ വൈകല്യമുള്ള ആൾക്കാരെ കാണുക. ഇപ്പോഴാണ് ഗവൺമെൻറ് ഇങ്ങനെ ടേംസ് കൊണ്ടുവന്നു, ഡിഫറെൻ്റ്ലി ഏബിൾഡ്, ഭിന്നശേഷിക്കാർ, ദിവ്യാംഗ് എന്നൊക്കെ. പക്ഷെ ആ സമയത്ത് നമുക്ക് യാതൊരു തരത്തിലുള്ള ഒരു പരിഗണനയും എവിടെയും നിന്നും ഇല്ലായിരുന്നു. 90s. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബ്രെയിൽ ബുക്സ് കിട്ടത്തുമില്ലായിരുന്നു. ക്ലാസ്സിൻ്റെ പുറകിലത്തെ ബെഞ്ചിൽ ഇരുത്തുമായിരുന്നു. മാത്സ്, സയൻസ് സബ്ജക്ട്സ് ഒന്നും നമുക്ക് ശരിക്കും പഠിക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ ആ സബ്ജക്ട്സ് പഠിപ്പിക്കാനായിട്ടുള്ള തക്കത്തിന് ആ ട്രെയിൻഡ് ടീച്ചേഴ്സ്, എസ്പെഷ്യലി ട്രെയിൻഡ് ടീച്ചേഴ്സ് ഇല്ലായിരുന്നു. അപ്പം എല്ലാവരും ഹ്യൂമാനിറ്റീസ് എടുത്ത് അങ്ങ് പഠിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ അതിജീവിച്ച് ഞാനും തീരുമാനിച്ചു ദാറ്റ് ഐ ഡോണ്ട് വാണ്ട് എ വിഷ്വലി ചാലഞ്ച് ടു ബി എ ബാക്ക് ബെഞ്ചർ, വി ഹാവ് ടു ബി ഫ്രണ്ട് ബെഞ്ചേഴ്സ്. അങ്ങനെയാണ് ഞാൻ ബ്രെയിൽ വിതൗട്ട് ബോർഡേഴ്സ് എന്ന സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്തു, റിസപ്ഷനിസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സോഷ്യൽ എൻ്റർപ്രണർഷിപ്പ് കോഴ്സ് ചെയ്തു, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ BEd ചെയ്തു, BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചെയ്തു. എന്നിട്ട് ജ്യോതിർഗമയ ഫൗണ്ടേഷൻ ഒരു മൊബൈൽ സ്കൂളിൻ്റെ രൂപത്തിൽ തുടങ്ങി. വീടുകളിൽ പോയി കാഴ്ച വൈകല്യമായിട്ടുള്ളവരെ ഡെയിലി ലിവിങ് സ്കിൽ, ഈവൻ കുളിക്കാൻ വരെ നമ്മൾ പെൺകുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം പെൺകുട്ടികൾക്ക് അവരുടെ രക്ഷിതാക്കന്മാർ ഒന്നും പഠിപ്പിക്കത്തില്ല. ഡിസേബിൾഡ് ആയതിൻ്റെ പേരിൽ പൂട്ടിയിടെ, കെട്ടിയിടെ, റൂമിനകത്ത് അടിച്ചിടെ, കുളിപ്പിച്ച് വിട വരെ അമ്മമാർ ചെയ്തിട്ട് അവരെ പണിക്ക് വിടുമായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിമൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് നമ്മുടെ ഡെയിലി സ്കില്ലെങ്കിലും നമുക്ക് പ്രോപ്പറായിട്ട് അറിയണ്ടേ. അപ്പോൾ എന്നെ പഠിപ്പിക്കാൻ എനിക്ക് ഒരു ബ്ലെസ്ഡ് പേഴ്സൺ ഉണ്ട് എൻ്റെ കൂടെ, വിനീത അക്ക. അവർ എൻ്റെ അമ്മയുടെ മരണത്തിന് ശേഷം എൻ്റെ വളർത്തമ്മയായി മാറി, നമ്മുടെ ഹെൽപ്പറാണ്. അവർ എന്നെ എല്ലാ ഡെയിലി ലിവിങ് സ്കിൽസും, മെൻസ്ട്രൽ ഹൈജീൻ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു. എന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇൻഡിപെൻഡൻറ്റ് ആസ് എ വുമൻ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നേടാം. പക്ഷെ നമുക്ക് നമ്മുടെ ഡെയിലി ലിവിങ് സ്കിൽ അറിയില്ലെങ്കിൽ ഒരു സ്ത്രീക്ക്, പ്രത്യേകിച്ച് ഡിസബിലിറ്റി ഉള്ള ഒരു സ്ത്രീക്ക് ചൂഷണം ചെയ്യപ്പെടാൻ വളരെ എളുപ്പമാണ്. സോ അതുകൊണ്ട് എല്ലാ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊരു ഡിസബിലിറ്റി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളൊരു സർവൈവർ ആണെങ്കിൽ, ഇന്നത്തെ ദിവസം ആക്ച്വലി അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് എത്ര
എത്ര നല്ല ചിരിയാണ്. പക്ഷെ ഈ ചിരിയുടെ പിന്നിൽ ഒരുപാട് സ്ട്രഗ്ലിങ്ങിന്റെ കഥയുണ്ടല്ലേ സജന? എന്താണ് സജനയുടെ ഒരു സാഹചര്യം? ഞാൻ ഹാപ്പിയാണ്, ഓൾവേസ് ഐ എം ഹാപ്പി. അത് ഇനി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണെങ്കിലും അതെ, ഹാപ്പിയ സിറ്റുവേഷൻ ആണെങ്കിലും അതെ. പ്രേക്ഷകർക്കായി ഞാൻ പറയാം, സജന ഒരു ക്യാൻസർ സർവൈവർ ആണ്. അതുകൊണ്ടാണ് ഞാൻ സജനയുടെ ഈ ചിരിയെ നിങ്ങൾക്ക് മുന്നിൽ ഒന്ന് ശ്രദ്ധിപ്പിച്ചത്. അതായത് ഒന്നും നമുക്ക് സങ്കടപ്പെടാനുള്ള ഒരു സാഹചര്യം അല്ലേ ജീവിതത്തിൽ? അതെ അതെ. 2024 എനിക്ക് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്നത്. ഓഗസ്റ്റിൽ, സെപ്റ്റംബറിൽ മാസ്റ്റെക്ടമി ചെയ്തു. അറിയാമല്ലോ, മാസ്റ്റെക്ടമി എന്ന് പറഞ്ഞാൽ ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. ലെഫ്റ്റ് ബ്രസ്റ്റിനായിരുന്നു അസുഖം, റിമൂവ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ്, പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിൽ ഓവർകം ചെയ്യാൻ വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മനക്കരുത്താണ്. പക്ഷെ ആ മനക്കരുത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് വേണം നമുക്ക് ആ ഒരു മനക്കരുത്ത് കിട്ടാനായിട്ട്. ലവ്, കെയർ ആൻഡ് അഫെക്ഷൻ, ഇത് മൂന്നും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു മനക്കരുത്ത് കിട്ടും. പിന്നെ നമ്മൾ അതിജീവിക്കണം എന്ന് എല്ലാവരും പറയും. അതിജീവിക്കാനുള്ളൊരു അതിജീവനം നമ്മളുടെ കൂടെ ഉള്ളവരാണ് നമുക്ക് ശരിക്കും തരേണ്ടത്.